സ്നേഹഭാരത് മിഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പൊതുകാര്യങ്ങൾക്കും മാതൃകയാക്കാവുന്ന സംഘടനയാണെന്ന് PS സുബാൽ MLA. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ ഒന്നിച്ചു നിന്ന് പൊതുകാര്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേദി ഒരുക്കി മാതൃകയാക്കുകയാണെന്നും പുനലൂരിലെ ആലംബഹീനരുടെ ആശ്രയ കേന്ദ്രമാണ് സ്നേഹഭാരത് മിഷൻ എന്നും സുബാൽ MLA അഭിപ്രായപ്പെട്ടു. സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പുനലൂരിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പുനലൂർ രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. സ്നേഹഭാരത് മിഷൻ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സംഘടനയുടെ സാരഥിയായിട്ടുള്ള ശ്രീ സഞ്ജയ് സൂചിപ്പിച്ച് കഴിഞ്ഞു. മുൻകാലങ്ങളിലും സ്നേഹഭാരത് മിഷന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് സന്തോഷത്തോടുകൂടി നടത്തി. സ്നേഹഭാരത് മിഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരുപാട് കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സ്നേഹത്തണൽ നൽകി മുന്നോട്ട് പോയി. ഇത് നാടിൻ്റെ ഒരു പ്രിയപ്പെട്ട പ്രസ്ഥാനമാണ്. കൂടുതൽ സമൂഹത്തിന് അണവേകുവാൻ ഈ പ്രസ്ഥാനത്തിന് ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. ഇവിടെ നമുക്കറിയാം, വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ. വയനാട് ദുരന്തത്തെ തുടർന്ന് വളരെ വിപുലമായിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ ചുരുക്കിയാണ് നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ നിരവധിയായിട്ടുള്ള ആളുകളാണ് മരണപ്പെട്ടത്. അവിടെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. അവർക്ക് താങ്ങും തണലുമേകുവാൻ ഒരു നാട് മുഴുവൻ ഒരുമിക്കുന്ന ഏറ്റവും നല്ല കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സർക്കാരുകൾ മാത്രമല്ല, നിരവധിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരും ആ നാടിനെ വീണ്ടെടുക്കുവാൻ, ജനങ്ങളെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഏതാണ്? വളരെ പ്രയാസം നേരിടുന്ന ആളുകളെ കണ്ടെത്തി അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുവാൻ നമ്മുടെ നാട് എപ്പോഴും താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് എടുത്തുള്ളത്. 2018 പ്രളയത്തെയും 2019 പ്രളയത്തെയും പ്രകൃതിക്ഷോഭങ്ങളെയും അതുപോലെ തന്നെ കോവിഡ് കാലത്തെ ദുരനുഭവങ്ങളെയുമെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് മറ്റൊരു നാടിനുമില്ലാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഇഴയെടുപ്പുണ്ട്. ഈ മനോഭാവമാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുന്നത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് ട്രസ്റ്റ് 59 മാസമായി സംരക്ഷിച്ചു വരുന്ന കുടുംബാംഗങ്ങൾക്ക് ഓണക്കിറ്റും ഭക്ഷ്യധാന്യ കിറ്റും ഓണക്കോടിയും ഉൾപ്പെടെ വിതരണം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിച്ചു. ചെയ്യപ്പെട്ട കിടപ്പ് രോഗികളായ വീടുകളിലെ ആരും സഹായിക്കാനില്ലാത്ത ആളുകളെ ജനറൽ കൗൺസിൽ കൂടി തീരുമാനമെടുത്തതിന് ശേഷം അവരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ്. എല്ലാ 5-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയിൽ ഈ വീടുകളിൽ എത്തി ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുക എന്ന പ്രവർത്തനമാണ് ആദ്യകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ട്രസ്റ്റ് കിടപ്പ് രോഗികളായി ചികിത്സിക്കാൻ പണമില്ലാതെ കഴിയുന്ന കുടുംബങ്ങളെ കൂടി ഏറ്റെടുത്തുകൊണ്ട് അവരെ ചികിത്സ ലഭ്യമാക്കി തിരിച്ച് വീട്ടിലെത്തിക്കുന്ന ഒരു പ്രവൃത്തിക്ക് കൂടി നേതൃത്വം നൽകി വരികയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ 59 മാസമായി സംരക്ഷിച്ചു കൊണ്ടിരുന്ന കുഞ്ഞാണ്ടിമുക്ക് അംബേദ്കർ കോളനിയിലെ ജയൻ എന്ന് പറയുന്ന ഒരു ചേട്ടനെ ചികിത്സിക്കാൻ പണമില്ലാത്തത് കൊണ്ട് മക്കൾ പാറപ്പണിക്ക് പോവുകയും ഭാര്യ കിടപ്പ് രോഗിയോടൊപ്പം കഴിയുകയും ചെയ്തിരുന്ന ജയൻ എന്ന് പറയുന്ന ചേട്ടനെ അദ്ദേഹത്തിന് ആദ്യം കിടക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും അതിനുശേഷം വീട് പണിയുന്നതിനുള്ള സഹായങ്ങളുമായി കൂടെ കൂടുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ തളർന്ന 2 കൈകാലുകൾ തളർന്നു കിടക്കുന്ന എനിക്ക് സ്വന്തം കൈകൊണ്ട് ആഹാരം വാരി
കഴിക്കണം എന്ന ആഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിക്കുകയും ഞങ്ങൾ എല്ലാവരും കൂടി അതിനുള്ള ഒരു പരിശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കരുണാലയം, കിടങ്ങന്നൂർ കരുണാലയം എന്ന് പറയുന്ന ആ ട്രസ്റ്റ് സ്നേഹഭാരത് മിഷനിൽ നിന്നും ഈ ജയൻ ചേട്ടനെ ഏറ്റെടുത്ത് കൊണ്ടുപോയി ഇപ്പോൾ ഒരു ഓണക്കിറ്റ് വിതരണ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു. സമൂഹത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ ഒരു പറ്റം ആളുകൾ കൂടെ നിൽക്കുമ്പോൾ അവരിലൊരാളാവുക എന്നുള്ളതാണ് വലിയ പുണ്യമായി കരുതുന്നത്. തീർച്ചയായും ഈ അവസരത്തിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ സ്നേഹഭാരത് മിഷന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. അവർക്ക് ഓണാശംസകൾ അർപ്പിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ഈ പുണ്യപ്രവർത്തനത്തിൽ തുടർന്ന് പങ്കാളിയാകുമെന്ന് ഉറപ്പു നൽകുകയാണ്. മുൻ മുനിസിപ്പൽ ചെയർമാൻ എം.എ. രാജഗോപാൽ, CPM ഏരിയ സെക്രട്ടറി എസ്. ബിജു, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വിജയകുമാർ, മുനിസിപ്പൽ കൗൺസിലർ ഷെമി അസീസ് തുടങ്ങിയവർ ഓണക്കോടി വിതരണം നടത്തി. ജീവകാരുണ്യ സഹായ സമിതി ചെയർമാൻ എസ്. സുബിരാജ്, കുടുംബക്ഷേമ സമിതി ചെയർമാൻ CS ബഷീർ, പ്രവർത്തക സമിതി ചെയർമാൻ പച്ചയിൽ ബാഹുലേയൻ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വത്സമ്മ, ട്രഷറർ രാജശേഖരൻ, നുജൂം യൂസഫ്, കോടിയിൽ മുരളി, സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായ അനിത മുരളി, പ്രിയ സുബിരാജ്, ഷാജിന, സഞ്ജയ്, സുഭാഷ് ജി നാഥ്, വിദ്യ, സന്തോഷ്, സിന്ധു പ്രമോദ്, ശ്രീലത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.